സതീശൻ നയിക്കുന്ന യാത്ര പുതിയുക യാത്ര. സതീശൻ നയിക്കുന്ന യാത്ര. അധികാര ദുരുപയോഗത്തിനും അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ പൊരുതുന്ന ഈ പുതിയുക യാത്രയുടെ ഭാഗമായി ഫെബ്രുവരി 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തിരുവമ്പാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് ജനകീയ സ്വീകരണം സംഘടിപ്പിക്കുന്നു. ഇതൊരു ചടങ്ങല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ തിരുവമ്പാടിയിൽ നിന്നുയർന്ന ജനശബ്ദത്തിന്റെ മുന്നറിയിപ്പ്. നിലപാടുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ, സത്യസന്ധതയ്ക്ക് വില കൊടുക്കുന്നവർ, ഭയമില്ലാത്ത ജനാധിപത്യത്തിനായി പോരാടാൻ തയ്യാറുള്ളവർ ഏവരും എത്തിച്ചേരുക. പ്രിയമുള്ളവരെ, ഫെബ്രുവരി 12 രാവിലെ 10 മണിക്ക് VD സതീശൻ നയിക്കുന്ന യാത്ര പുതിയുക യാത്ര. സതീശൻ നയിക്കുന്ന യാത്ര. അധികാര ദുരുപയോഗത്തിനും അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ പൊരുതുന്ന ഈ പുതിയുക യാത്രയുടെ ഭാഗമായി ഫെബ്രുവരി 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തിരുവമ്പാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് ജനകീയ സ്വീകരണം സംഘടിപ്പിക്കുന്നു. ഇതൊരു ചടങ്ങല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരുവമ്പാടിയിൽ നിന്നുയരുന്ന ജനശബ്ദത്തിന്റെ മുന്നറിയിപ്പ്. നിലപാടുള്ള ഈ സർക്കാരിനെ കൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ഒരാൾ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് നിങ്ങളോട് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ കാർഷിക മേഖല എന്ന ഒരു വാക്ക് പോലും ബഡ്ജറ്റിൽ അവതരിപ്പിക്കാത്ത നിയമസഭ, ആ ബഡ്ജറ്റിൽ ഒരു വാക്ക് പോലും പറയിപ്പിക്കാൻ കഴിയാത്ത തിരുവമ്പാടിയുടെ MLA വന്യമൃഗങ്ങൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആ പ്രതീക്ഷയിലാണ് ഞങ്ങള് ഈ പുതിയുഗ യാത്രയ്ക്ക് ഈ വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഈ മണ്ണിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായിട്ടുള്ള MK രാവകൻ MP അവர்களോട് ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ കാസിംബാൽ, ജനാധിപത്യ കേരളത്തിന്റെ പ്രതീക്ഷയും ആവേശവുമായിട്ടുള്ള നാളത്തെ കേരളം എങ്ങനെയാണ് ഈ പുതിയ യാത്ര എത്തിച്ചേരുമ്പോ നമുക്ക് ഈ ഒരു ആൾക്കൂട്ടം കാണുമ്പോ, ഈ ഒരു സ്വീകാര്യത കാണുമ്പോൾ നമുക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. അതിനുള്ള പരമപ്രധാനമായ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പേടിയില്ലാതെ ആ ഒരു നിലപാടിന്റെ രാഷ്ട്രീയം സത്യസന്ധമായി പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പറയുക മാത്രമല്ല, അത് നടപ്പിലാക്കുക കൂടി ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒരു പ്രതിപക്ഷമായിട്ട് പോലും നമ്മൾ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തെറ്റിലെത്തി. ഇതൊരു സമര ദിനമാണ്. നിങ്ങൾക്കറിയാം, ഈ സമര ദിനത്തിൽ കേരളം ഒന്നായി കടകൾ അടഞ്ഞു കിടക്കുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായി നിലച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമരത്തിനെതിരല്ല. ഭരണഘടനയുടെ അവകാശമാണ് സമരങ്ങൾ, പ്രതിഷേധങ്ങൾ. പക്ഷെ പ്രതിപക്ഷമായിരുന്നിട്ട് പോലും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 5 വർഷം മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ സമരത്തിനെതിരല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള ഒരു സമരം, അത് താങ്ങാനുള്ള ശക്തി കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ഇനി ഒരു സമരത്തിന്, ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിന് പ്രതിപക്ഷം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചു. നമ്മളത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. അതിലുപരിയായി 1000 തിരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടാലും
ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒരു സ്ഥലത്തേക്ക് ഒരു തരത്തിലുള്ള സന്ധിക്കും തയ്യാറെന്നില്ല പ്രഖ്യാപിച്ചു വി ഡി സതീശൻ. കേരളത്തിലെ ജനങ്ങൾ അത് നെഞ്ചിലേറ്റി. അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർന്നില്ല. തന്റെ ഓരോ പ്രസ്താവനകൾ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, UDF ആണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന ആളെ ഒന്ന് പരിശോധിക്കും. നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ വി ഡി സതീശനെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. 96 നമുക്കറിയാം കൊച്ചിയിലെ പറവൂരിൽ പരാജയപ്പെട്ടു തുടങ്ങിയ, അതിനുശേഷം 6 പ്രാവശ്യമായി MLA ആയി തുടരുന്ന വി ഡി സതീശൻ ഈ കേരളത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കേരളത്തിലേക്ക് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് നൽകാനുള്ളത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിനെ സ്വാഗതം നൽകുന്നു. ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത്, ഈ പരിപാടി മനോഹരമായി നടത്തുന്നതിൽ എന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ചെയർമാൻ CK കാസിം, അതുപോലെ ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞു നടത്തിൽപ്പെട്ട കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വന്ന് 8000-ൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ച് വി ഡി സതീശന്റെ പിന്തുണ തുടരുന്ന MK രാഘവേട്ടൻ, ഒറ്റ വാക്ക് മാത്രം പറയാതിരിക്കാൻ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ DCC പ്രസിഡന്റ് പ്രദീപ് കുമാർ, നമുക്കറിയാം അദ്ദേഹം പ്രസിഡന്റ് പദം ഏറ്റെടുത്തതിനു ശേഷം ഒരു തൊണ്ടുമായി ഒരു കുഞ്ചിയുമായി നമ്മുടെ വീടുകളിൽ കയറി ചെന്നപ്പോ നമ്മളത് ഉള്ളിലെങ്കിലും നമ്മൾ അദ്ദേഹത്തെ സംശയിച്ചു. തമാശ രൂപേണ ഒരു കോൺഗ്രസുകാരന് ഒരു സ്ഥാപനം പണിയാൻ, ഒരു ജില്ലാ ആസ്ഥാനം പണിയാൻ സാധിക്കുമോ എന്ന് നമ്മളെ ഉള്ളിലെങ്കിലും കളിയാക്കി. അദ്ദേഹം കുറഞ്ഞ സമയത്ത് ഒരു വർഷത്തിനുള്ളിൽ അത് പണിത് തീർത്തു എന്ന് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ അഭൂതപൂർവമായ വിജയത്തിന് പോലും ആ കെട്ടിടം ആ രീതിയിൽ ഗുണകരമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം വന്നിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കരനായ കാസിമിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.